വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ചെയ്യണം, ഉടനെ പ്രതീക്ഷിക്കാല്ലേ? അലൻസിയറിനെ പോലെ മാസ് ഫൈറ്റൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം. അലൻസിയറിനെ ഇഷ്ടപ്പെട്ട പടം കണ്ടോ? പടം ചെയ്യാൻ പോകുന്നതും ആക്ഷൻ മൂവി തന്നെയായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെ വല്ല എന്നുള്ളത്. നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. പടി 2 ആയിരിക്കും. ആണോ? ജോലി കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, 2 ഡയലോഗ് പറയുന്നു, റീല് 1 മില്യൺ. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോയാണെന്ന് അത് ഇന്ന് വെച്ചിട്ട്. ജോജി ചേട്ടാ ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഈ വേദിയിൽ തന്നെ കുറെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ചിന്തിക്കാറുണ്ട് ഇത്ര അധികം ഓപ്പൺ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കണം എന്നൊക്കെ. ഞാൻ കുമ്പസാര കൂട്ടിലല്ലോ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെപ്പോലെ തുറന്ന് സംസാരിക്കുന്നു, നിങ്ങൾ കള്ളത്തരങ്ങൾ പറയരുത്. അലൻസിയറേട്ടാ, നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് ജോജി ചേട്ടൻ പറഞ്ഞു. ഒരു സംശയം, എന്താണ് അലൻസിയർ ചേട്ടന്റെ രാഷ്ട്രീയം? എന്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല. ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. അപ്പോ ഇടതുപക്ഷവും പാർട്ടിയും രണ്ടാണോ? ഇപ്പൊ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയുള്ളൂ. നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞാണോ? ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, തുറന്ന പുസ്തകം പോലെ പറയാണ്, എനിക്ക് 1 രൂപ ശമ്പളം കിട്ടിയില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. തമാശയാണ്. ഇനി തമിഴിൽ എനിക്ക് വേഷം കിട്ടും തോന്നുന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കയറണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ജഡ്ജി വേഷവും കിട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ്, അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ്. അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ്. എനിക്ക് എൻ്റെ ഷോട്ടില്ല, എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. 1 ദിവസമേ ഷൂട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്റ്റൈലിഷ് ആക്ടിങ്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിഷ് ആക്ടിങ്ങും അറിയില്ല, ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവുമില്ല. നമ്മളിങ്ങനെ ഈ ദിലീഷ് ബോധന്റെ കൂടെയും ശരണിന്റെ കൂടെയും രാജീവ് രവിയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാണ്. എന്താ അപ്പന്റെ മോശമാണോ? ഇത് ചതുരത്തിന് മോശമാണോ? നിങ്ങൾ നാരായണന്റെ മക്കളെ കണ്ടു നോക്കൂ. അഭിനയ രാജാവായിട്ടുള്ള തിലകൻ സാറുമായിട്ട് അലൻസിയറിനെ കമ്പയർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു നടനെന്ന് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആർക്കും പകരക്കാരനല്ല. എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഈ ഇരിക്കുന്ന കസേര മാത്രമാണ്. തിലകൻ സാറിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല. ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത്. നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയത്. ഞങ്ങൾ ഒളിമ്പിക്സ് ഓട്ടത്തിന് പോയതായിരുന്നു.
കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല. അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ. ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും. അതാണ്, അത് പരസ്പര സ്നേഹമാണ്. ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് നിങ്ങൾ അത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും. അത് ഞങ്ങളുടെ അഭിനയമാണ്. അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ